65 വർഷത്തെ വിശ്വസ്തത, തലമുറകൾ നെഞ്ചേറ്റിയ ഗുണമേന്മയുടെ സമാനതകളില്ലാത്ത പാരമ്പര്യം. മനം കവരുന്ന പട്ടുസാരികൾ, ഡിസൈനർ വെയറുകൾ, മനോഹരമായ ലഹങ്കകൾ, പാർട്ടി വെയർ ചുരിദാറുകൾ, കുർത്തകൾ, ജെൻസ് കിഡ്സ് വസ്ത്രങ്ങൾ, കൂടാതെ എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരം. കല കാലത്തിനൊപ്പം കമനീയമായി. കല ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ. കോൺടാക്ട് 0488423265. ചെറുതുരുത്തിയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ ചീരക്കുഴി കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന കക്കാടത്ത് വീട്ടിൽ ഷെറീനയുടെ മകൻ സഹലിനാണ് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ഇളയ മകൻ മുസ്തഫ വീടിനുള്ളിൽ ഓടിക്കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് അമ്മ ഷെറീന കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ സമയത്തായിരുന്നു ദുരന്തം സംഭവിച്ചത്. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന 2 പിഞ്ചു മക്കളുടെയും സഹലിൻ്റെയും ദേഹത്തേക്ക് ജീർണാവസ്ഥയിലായിരുന്ന ചുമർ പെട്ടെന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു. 2 ചെറിയ കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും വലിയ ചുമരിനടിയിൽ സഹൽ പൂർണ്ണമായും അകപ്പെടുകയായിരുന്നു. നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ കഷ്ടപ്പെട്ടാണ് കുട്ടിയെ പുറത്തെടുത്തത്. ഉടനെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സഹൽ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കനാൽ പുറമ്പോക്കിലെ ഈ തകർന്ന വീട്ടിൽ 4 പിഞ്ചു മക്കളുമായി ഷെറീന മരണം മുന്നിൽ കണ്ട് കഴിയുവാൻ തുടങ്ങിയിട്ട് 20 വർഷത്തിലധികമായി. മുൻപ് ഇവരുടെ കടുത്ത ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ച് 2025 ഡിസംബറിൽ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കാര്യങ്ങൾ അന്വേഷിച്ച് മടങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇവർക്ക് സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കുവാൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇപ്പോൾ അപകടമുണ്ടായപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നാണ് വില്ലേജ് അധികൃതർ ആവശ്യപ്പെടുന്നത്. തലചായ്ക്കാൻ മറ്റൊരു ഇടമില്ലാതെ ഈ കുടുംബം എങ്ങോട്ട് പോകണമെന്നറിയാതെ കണ്ണീരൊഴുക്കുകയാണ്. താൽക്കാലികമായി അമ്മയുടെ അനുജത്തിയുടെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെയും ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയാണ്. 3 ഭാഗങ്ങൾ മാത്രം ചുവര് കെട്ടി അതിനു മുകളിൽ ഷീറ്റ് മേഞ്ഞ ഒറ്റ മുറിയിലാണ് ഈ കുടുംബം കഴിയുന്നത്. വീടിനായി നിരവധി തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും റവന്യൂ ഓഫീസുകളിലും അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ സ്വന്തമായി ഭൂമിയില്ലെന്ന സാങ്കേതിക കാരണം പറഞ്ഞ് അധികൃതർ എല്ലാ അപേക്ഷകളും നിരസിക്കുകയായിരുന്നു. ചീരക്കുഴി കനാലിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഇരട്ടക്കുളത്താണ് ഇവർ കഴിയുന്നത്. അർഹതപ്പെട്ടവർക്ക് ഫ്ളാറ്റുകളും ലൈഫ് പദ്ധതി വഴി വീടുകളും ലഭിക്കുന്നില്ലെന്നും സ്വാധീനമുള്ളവർക്ക് ഒന്നിലധികം വീടുകൾ ലഭിക്കുമ്പോൾ ഇത്തരം പാവപ്പെട്ടവർ അവഗണിക്കപ്പെടുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ പാവം കുരുന്നുകളോട് കാട്ടുന്ന ക്രൂരത അവസാനിപ്പിച്ച് ഇവർക്ക് സ്വന്തമായി ഭൂമിയും സുരക്ഷിതമായ വീടും അനുവദിക്കുവാൻ അധികൃതർ ഇനിയെങ്കിലും കനിവ് കാണിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. You are watching VCV News.